ഹായ് ഫ്രണ്ട്സ്, സാപ്പിന മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. നവംബർ മാസം 25 മുതൽ ഡിസംബർ മാസം 1 വരെ, അതായത് ഇന്ന് വരെ റിലീസ് ചെയ്തിരിക്കുന്ന, കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ടോട്ടൽ കംപ്ലീറ്റ് ലിസ്റ്റാണ്. ടോട്ടൽ ഏകദേശം 31 റിലീസുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. അത് ഏതൊക്കെ സിനിമകളും സീരീസുകളും നോക്കാം. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യുക. എന്നാൽ എൻ്റെ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളായിരുന്നു കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു തമിഴ് മൂവിയാണ്. ദീപാവലി ബോണസ് എന്നാണ് ഈ സിനിമയുടെ പേര് വരുന്നത്. ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആഹാ തമിഴിലും അതുപോലെ തന്നെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലായിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് ആക്ഷൻ മൂവിയാണ്. ഫൈറ്റർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തന്തിവൺ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. 1992 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയായിരുന്നു അന്തകൻ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ പ്രശാന്ത് സിമ്രാനൊക്കെ പ്രധാന വേഷം കൈകാര്യ സിനിമയായിരുന്നു. ആമസോൺ പ്രൈമിലാണ് ഈ ഒരു സിനിമ തമിഴ് ഭാഷയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തത് റൊമാൻറ്റിക് ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വി ലിവ് ഇൻ ടൈം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിലായിട്ട് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആണ്. അടുത്തൊരു സ്പാനിഷ് ത്രില്ലർ മൂവിയാണ്. ദ ഇനീഷ്യേറ്റഡ് റിട്ടേൺ ഫ്രം ദ ഷാഡോസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ സ്പാനിഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന നോർവേജിയൻ മൂവിയാണ്. ഗുഡ് ബോയ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു തെലുങ്ക് ആക്ഷൻ റൊമാൻറ്റിക് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സിനിമയാണ്. അപ്പുഡോ ഇപ്പുഡോ എപ്പുഡോ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. നിഖിൽ സിദ്ധാർത്ഥൻ, രുക്മിണി വസന്തൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അടുത്തൊരു സ്പാനിഷ് മൂവിയാണ്. അവർ ലിറ്റിൽ സീക്രട്ട് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സ്പാനിഷ്, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത സീരീസ് ആണ്. ആക്ഷൻ ഡ്രാമ അഡ്വഞ്ചർ ക്രൈം വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ദ മാഡ്നസ് എന്ന് പറഞ്ഞ സീരീസ് ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിൽ തെലുങ്ക് മൂവിയാണ്. തെലുങ്ക് ഭാഷ കൂടാതെ മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് ഈ ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസ് ആണ്. വികട കവി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസ് ആണ്. തെലുങ്ക് സീരീസ് ആണ്. തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് C5ലാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ETV വഴി റിലീസ് ചെയ്ത ഒരു തെലുങ്ക് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് സന്ദേഹം എന്ന് പറഞ്ഞ സിനിമ. അടുത്തത് പ്ലോട്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. മലയാളം ഡബ്ഡ് മൂവിയാണ്. തെലുങ്ക് മൂവിയുടെ മലയാളം ഡബ്ഡ് ആണ്. ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് ആക്ഷൻ ക്രൈം ഫാന്റസി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. KA. ETV വഴിയാണ് ഈ തെലുങ്ക് മൂവി റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ്. ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട തെലുങ്ക് മൂവിയാണ്. തപ്പിൻ ചുക്കു തിരുകുവാടു ധന്യടു സുമതി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ബോയ് കിൽസ് വേൾഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സീരീസ് ആണ്. ഡോപ്പ് ഗേൾസ് എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് സീരീസ് ആണ്. സോണി ലിവിലാണ് ഈ ഒരു സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അടുത്തത് ഒരു കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സ്പാനിഷ് മൂവിയാണ്. ജസ്റ്റ് വൺ സ്മോൾ ഫേവർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസിലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു കന്നഡ മൂവിയാണ്. കൃഷ്ണം പ്രണയ സഖി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് മലയാളത്തിലുള്ള ഒരു ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഏകൻ അനേകൻ എന്ന് പറഞ്ഞ സിനിമ. യൂട്യൂബിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്. അതായത് ഒരു ആന്തോളജി സീരീസ്, ആന്തോളജി മൂവി എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഹെർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മലയാള സിനിമയാണ്. മലയാള ആന്തോളജി മൂവിയാണ്. മനോരമ മാക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ആന്തോളജി സീരീസ് തന്നെയാണ്. എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സീരീസ് ആഹാ തമിഴിൽ പിന്നെ റിലീസ് ചെയ്തിട്ടുണ്ട്. 18+ സീരീസ് ആണ്. ഞാൻ കണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട്. അടുത്തത്
പാരച്യൂട്ട് എന്ന് പറഞ്ഞൊരു തമിഴ് സീരീസാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് ഈ ഒരു ഡ്രാമ ത്രില്ലർ ഭാഗത്തിൽപ്പെടുന്ന സീരീസ് അവൈലബിൾ ആണ്. അടുത്തത് ഒരു എന്താ പറയുക, ഒരു തെലുങ്ക് മൂവിയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ്. സ്വാഗ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് നേരത്തെ വന്നിരുന്നു, ഇപ്പോൾ തമിഴ് വേർഷൻ ആമസോൺ പ്രൈമിൽ, തമിഴ് ഡബ്ഡ് വേർഷൻ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്ത ഒരു മലയാളം മൂവിയാണ് പാളയം PC എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോം വഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു തമിഴ് സിനിമയാണ്, തമിഴ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ബ്ലഡി ബക്കർ എന്ന് പറയുന്ന സിനിമ കെവിൻ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ടെൻഡുകോട്ട, സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിൽ ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയിൽ ആമസോൺ പ്രൈമിലായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ജയൻരവി പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു കോമഡി ഡ്രാമ ഫാമിലി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് ബ്രദർ എന്ന് പറയുന്ന സിനിമ. C5ലാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ രണ്ട് സിനിമകളും ബ്ലഡി ബക്കറും അതുപോലെ തന്നെ ബ്രദറും, ഈ രണ്ട് സിനിമകളും HD പ്രിന്റ് ഇതിനു മുമ്പേ ലീക്ക് ആക്കപ്പെട്ടിരുന്നു. ഓക്കെ, അപ്പൊ അടുത്തത് എന്നുള്ളത് ഒരു പിന്നെ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. ഡിവോഴ്സ് കെ ലിയെ കുച്ച് ബി കരേഗ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്, സീരീസിന്റെ പേര് വരുന്നത്. C5ലാണ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് ഈ സീരീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ഹിസ്റ്ററി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. സിക്കന്ദർ കാ മുക്കന്ദർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമന്യക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഇന്ന് റിലീസ് ചെയ്ത സിനിമയാണ് കങ്കുവ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ സൂര്യയുടെ കങ്കുവ എന്നാണ് സിനിമ. സർപ്രൈസ് ആയിട്ട് വന്ന സംഭവമാണ്, പക്ഷേ ഇത് ഈ ഒരു സിനിമയും ലീക്ക് ആകപ്പെട്ടതാണ് കേട്ടോ. ഡിജിറ്റൽ സിനിമ പാക്കേജിൽ, അതായത് DCPയിൽ ലീക്ക് ആകപ്പെട്ട സംഭവമാണ്. പ്രൊഡക്ഷൻ ഭാഗത്തു നിന്നും വന്നൊരു സംഭവമാണെന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും സംഭവം, അതായത് കങ്കുവ എന്ന സിനിമ ഇപ്പോൾ ഓൾറെഡി ലീക്ക് ആകപ്പെട്ടിട്ടുണ്ട്. HD പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ തന്നെ, അടുത്ത ആഴ്ച ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതായിരിക്കും. ആ സമയത്ത് കാണുന്നതായിരിക്കും നന്നാവുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ ഈ ഒരു ലിസ്റ്റിലുള്ള സിനിമകളും സീരീസുകളിലും ഏതൊക്കെ സിനിമകളും സീരീസുകളും കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.